വീരഹനുമാൻ മെയ് 26 മുതൽ വൈകുന്നേരം 6 മണിക്ക്. മൂന്നല്ലേ കുളിക്കുക, ഇപ്പൊ വരും. മോഷണം നടത്തുന്നതിനിടയിൽ പഠിക്കാനൊക്കെ സമയം കിട്ടുന്നുണ്ടല്ലേ? അതെ, പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുന്നൊക്കെ നല്ലതാ, പക്ഷെ അത് സ്വന്തം ജീവിതം നശിപ്പിച്ചിട്ടാവരുത്. അതിന് എന്റെ ജീവിതത്തില് എന്ത് നാശം സംഭവിച്ച? എന്റെ ജീവിതം പഴയതുപോലെ തന്നെയാ മുന്നോട്ട് പോകുന്നത്. ആണോ? നീ നിന്റെ ചേച്ചിയുമായിട്ട് ഉടക്കിയില്ലേ? നിങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കാറ് പോലും ഇല്ലല്ലോ. അതൊരു നഷ്ടമല്ലേ? ചേച്ചിയുമായിട്ട് എനിക്കുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരൻ ഗിരിയേട്ടനാ. ഗിരിയേട്ടനെ ഡിവോഴ്സ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഞങ്ങൾ തമ്മിലുള്ളൂ. ഡിവോഴ്സോ? അതെ, സ്വന്തം അച്ഛനെ കൊല്ലാൻ കൂട്ടുനിന്ന ഒരാളുടെ കൂടെ ഒരു പെൺകുട്ടിക്ക് എങ്ങനെയാ ജീവിക്കാൻ കഴിയുക? ഗിരിയേട്ടനെ അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യുക. അങ്ങനെ ഒരു തീരുമാനം ചേച്ചി എടുത്താൽ മതി. അത്ര പെട്ടെന്ന് മുറിച്ചു മാറ്റാൻ പറ്റുന്ന ബന്ധമല്ല ഞാനും മഞ്ജുവും തമ്മിലുള്ളത്. ആ ആത്മവിശ്വാസം ഉണ്ടാവാൻ കാരണം ഗിരിയേട്ടന്റെ കുഞ്ഞിനെ ചേച്ചി ചുമക്കുന്നുണ്ടല്ലേ. അല്ലാതെ ഒരിക്കലും ചേച്ചിക്ക് ഗിരിയേട്ടനെ സ്നേഹിക്കാൻ കഴിയില്ല, അതെനിക്ക് ഉറപ്പാ. നീ നേരത്തെ എത്തിയോ? നീയേ നേരെ കോടതിയിലേക്ക് പോയാലും മതിയായിരുന്നു. ഞാനേ ഡ്രസ് ചെയ്തിട്ട് വരാം. നിനക്ക് ഇവിടെ ഒന്ന് ഉപദേശിച്ചൂടെ? പ്രതികാരം ചെയ്യാൻ നടന്ന് സ്വന്തം ജീവിതം നശിപ്പിക്കുള്ളൂ. മഹിമ അത്യാവശ്യം ബുദ്ധിയും ബോധമുള്ള കുട്ടിയാ. ഇവളെ ഞാൻ ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവക്ക് ശരിയെന്ന് തോന്നണം ഇവള് ചെയ്യട്ടെന്നേ. അതെ, പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇവന് പോലീസുകാർ നിന്നെ അറസ്റ്റ് ചെയ്യുന്ന നല്ല പേടിയുണ്ട്. അങ്ങനെ എന്നെ പിടിക്കാൻ കഴിവുള്ള പോലീസുകാരോ നാട്ടുകാരോ ഉണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ. നീ ഇതുവരെ പിടിക്കപ്പെടാത്തോണ്ടാ ഈ അഹങ്കാരമൊക്കെ പറയുന്നത്. പിടിക്കപ്പെടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാ ഈ പണിക്ക് ഇറങ്ങുന്നതെങ്കിലോ? എല്ലാ കള്ളന്മാരും ഇങ്ങനൊരു കോൺഫിഡൻസും കൊണ്ടാ നടക്കുക. അവസാനം പിടിക്കപ്പെടുമ്പോ ഒന്നിനും പോണ്ടായിരുന്നു എന്നൊരു ചിന്ത മാത്രമേ ബാക്കിയുണ്ടാവൂ. എനിക്കൊരു കുറ്റബോധമോ വീണ്ടും വിചാരമോ ഇല്ല. ഗോപാലൻ ഒരു മോശം മനുഷ്യനാണ്. എന്റെ അച്ഛനെ കൊന്നവനാ. ഗിരിയേട്ടൻ ഇതൊക്കെ അറിഞ്ഞിട്ടും അയാളുടെ കൂടെ നിൽക്കുക. ചേച്ചിക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ധൈര്യമോ അധികാരമോ ഇല്ല. പിന്നെ അത് ചെയ്യാൻ ഞാനല്ലേ ഉള്ളൂ. അതെ, കഴിഞ്ഞ തവണ ഞാനില്ലാത്തോണ്ടാ നിനക്ക് ആ കാശ് നശിപ്പിക്കാൻ കഴിഞ്ഞത്. ഇനി ഗോപാൽജിക്ക് കാവലായിട്ട് ഞാനുണ്ടാവും. ഇനി ഒരു തവണ കൂടി നീ ചെയ്തതുപോലെ എന്തെങ്കിലും ഒപ്പിക്കുകയാണെങ്കിൽ അത് ഞാൻ തടയും. അങ്ങനെയാണെങ്കിൽ ഗോപാലന് കൊടുക്കാൻ പോകുന്ന അടുത്ത പണി ഗിരിയേട്ടന്റെ മൂക്കിന്റെ താഴെ കൂടെ പോയിട്ടായിരിക്കും ഞാൻ കൊടുക്കുന്നത്. നീ എന്നെ വെല്ലുവിളിക്കാണോ? അതെ, ഗിരിയേട്ടന് അത്ര വലിയ സംഭവമാണെങ്കിൽ എന്നെ ഒന്ന് തടഞ്ഞു കാണിക്കും. നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി നന്നായി വാദിക്കാൻ തയ്യാറായി നിന്നോ? ഇത്തവണ ഇവിടെ ഞാൻ പിടിച്ച് പോലീസിന് കൊടുക്കും. നീ എന്ത് ചെയ്യാനാ പോന്നെ? എനിക്കങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല. പക്ഷേ ഞാൻ ഏത് നിമിഷവും എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതി ഗിരിയേട്ടനും ഗോപാലനും ടെൻഷൻ അടിക്കട്ടെ. അത് കൊള്ളാം. പിന്നെ നീ പോയി പഠിച്ചേ, സമയം കളയണ്ട. ഇടോ ജയ, തന്നെ ഇപ്പൊ കാണാനേ കിട്ടാറില്ലല്ലോ. ഞാൻ ബാറി വരുമ്പം താൻ എവിടെ പോവാറ്? എന്നെ ഇപ്പോ ഗിരി ലോക്കൽ ബാറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവിടെ കുറച്ചു കാലം കുഴപ്പമില്ലാതെ പണിയെടുത്തിട്ട് പിന്നെ AC ബാറിലേക്ക് കയറിയാ മതിയെന്നാ ഗിരി പറഞ്ഞത്. അതെന്താ ഗിരി തന്നെ പെട്ടെന്ന് ലോക്കൽ ബാറിലേക്ക് മാറ്റാൻ കാരണം? ഒരു കാരണവുമില്ല, അവന്റെ ഓരോരോ ഭരണപരിഷ്കാരങ്ങൾ, അത്രേ ഉള്ളൂ. അങ്ങനെ ആവാൻ വഴിയില്ലല്ലോ. ഞാൻ അവനെ ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ? അയ്യോ വേണ്ട സർ, കാര്യം ഞാൻ പറയാം. ഞാൻ ബാറിലെ സ്റ്റോക്കിലെ മദ്യത്തിൽ നിന്ന് കുറച്ചു മാറ്റി അതിനു പകരം ഞാനുണ്ടാക്കിയ വാറ്റ് അതിൽ മിക്സ് ചെയ്ത് വെക്കും. കുടിച്ച് ബോധം കെട്ടവന്മാരുടെ മുമ്പിൽ എന്തുകൊണ്ട് വെച്ചാലും കുഴപ്പമില്ല, അവര് ഒരു പരാതിയില്ലാതെ അത് കഴിക്കും. അവിടെയാ നിനക്ക് തെറ്റുപറ്റിയത്. VIP കയറി ഇറങ്ങുന്ന സ്ഥലമാ AC ബാർ. അവിടെ കുടിക്കുന്നവന്മാര് നല്ല മുന്തിയ സാധനമായിരിക്കും അടിക്കുന്നത്. അവർക്കതിന്റെ ടേസ്റ്റ് ഒന്ന് മാറിയാ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും.
അതാ നീ പെട്ടെന്ന് പിടിക്കപ്പെട്ടത്. ഗിരിയുടെ എന്നല്ല കണക്കിന് കിട്ടിക്കാണുമല്ലോ. തല്ലിയതിനു ശേഷം കലിപ്പ് തീരാതെ ജോലിയിൽ നിന്ന് എന്നെ പിരിച്ചുവിടാൻ പോയതാ. പിന്നെ ലോക്കൽ ബാറിലേക്ക് മാറ്റി. നിന്റെ കുടുംബത്തെ ആലോചിച്ചായിരിക്കും ഗിരി തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാത്തത്. പക്ഷേ ഞാൻ അങ്ങനെ ഒരു ദാക്ഷിണ്യം കാണിക്കാത്ത ആളാ. വേണമെങ്കിൽ ഇപ്പൊ തന്നെ നിനക്ക് നല്ല അടിയും തന്ന് കഴുത്തിന് പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടാക്കും. എന്താ കാണണോ നിനക്ക്? അയ്യോ ഗോപാൽജി, വേണ്ട ഗോപാൽജി. ഞാൻ എന്റെ തെറ്റ് മനസ്സിലാക്കി. ഞാൻ ഇനി ഒരിക്കലും മദ്യത്തിൽ വാറ്റ് ചേർക്കില്ല. ചേർക്കണം. എടാ, ഞാൻ ഈ ബാറ് തുറന്നു വെച്ചിരിക്കുന്നതേ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയൊന്നുമല്ല, ലാഭത്തിന് വേണ്ടി തന്നെ. ഗിരി നടത്തുന്ന പോലെ എല്ലാം നല്ല സത്യസന്ധമായിട്ട് കൊണ്ടുപോവാണെങ്കിലേ എനിക്ക് വല്ല നക്കാപ്പിച്ചേ കിട്ടൂ. അതുകൊണ്ട് നീ എന്റെ സമ്മതത്തോടു കൂടി തന്നെ വാറ്റി ചേർത്ത് മദ്യം കൊടുത്തോ. അതിന് പറ്റിയ സ്ഥലത്തേക്കാ നിന്നെ ഇട്ടിട്ടുള്ളത്. ലോക്കൽ ബാറിൽ ലോക്കൽ ബ്രാൻഡ് ചോദിച്ചു വരുന്ന ആളുകൾക്ക് കുറച്ച് വാറ്റി മിക്സ് ചെയ്ത് കൊടുത്താലും അവന്മാർക്ക് മനസ്സിലാവില്ല. സാറേ, അവന്മാർക്കൊന്നും മനസ്സിലായില്ലായിരിക്കും. പക്ഷേ ഗിരിയുടെ കണ്ണു വെട്ടിച്ച് ഇതൊക്കെ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാ. ബുദ്ധിമുട്ടാന്ന് എനിക്കും അറിയാം. അതുകൊണ്ടാ നിന്നെ തന്നെ കാര്യം ഏൽപ്പിക്കുന്നത്. നീ കലർപ്പുള്ള മദ്യം കൊടുത്തോണ്ടിരുന്നപ്പോ കിട്ടിയതിന്റെ ഇരട്ടി കാശ് ഞാൻ നിനക്ക് തരാം. നീ കൂടുതൽ ആലോചിക്കാനൊന്നും നിൽക്കണ്ട. നാളെ മുതൽ നമ്മുടെ ലോക്കൽ ബ്രാൻഡുകളിൽ എല്ലാത്തിലും നീ വാറ്റ് മിക്സ് ചെയ്തോളണം. ഗോപാൽജി, ഈ ലോക്കൽ ബ്രാൻഡ് എന്ന് പറയുന്ന സാധനത്തിന് തന്നെ ഒരു നിലവാരവും ഇല്ല. അതിന്റെ കൂടെ വാറ്റും കൂടെ മിക്സ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. നീ അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട. തൽക്കാലം നീ ഞാൻ പറയുന്നത് കേട്ട് അതങ്ങ് ചെയ്താൽ മതി. ഗിരിയെങ്ങാനും ലോഡ് ചെക്ക് ചെയ്താൽ പ്രശ്നമാകും ഗോപാൽജി. ഇത്രയും കൂടുതലുള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു കുപ്പിയുടെ സീല് പൊട്ടിക്കിടക്കുന്നത് കണ്ടാൽ അവനത് പ്രശ്നമാക്കും. അത് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കൈകാര്യം ചെയ്തോളാം. നീ ബാക്കി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരേ ഗോപാൽജി? ആളുകൾ മരിക്കാൻ വരെ സാധ്യതയുണ്ട്. എത്ര പേര് ചത്ത് വീണാലും കുഴപ്പമില്ല, എനിക്ക് ലാഭമോ വലുത്. പിന്നെ ഉണ്ടാവുന്ന കേസുകളെല്ലാം തീർക്കാൻ വേണ്ടിയിട്ടല്ലേ കമ്പനി ലീഗൽ അഡ്വൈസർമാരെ ശമ്പളവും കൊടുത്ത് നിർത്തിയിരിക്കുന്നത്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. പോയിക്കോ. ശരി ഗോപാൽജി. എന്താടാ നിന്ന് പരുങ്ങുന്നത്? ഒന്നുമില്ല ഗിരി. നീ എന്താ ലോഡിംഗ് ഏരിയയിൽ? എല്ലായിടത്തും കണ്ണെത്തണമല്ലോ. നിന്റെ കയ്യിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് നിന്നെ ഒരു പണിയും ഞാൻ വിശ്വസിച്ച് ഏൽപ്പിക്കില്ല. നീ ആ ബോക്സ് അവിടെ വെച്ചിട്ട് പൊയ്ക്കോ. എല്ലാം ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. വയ്ക്കടാ അവിടെ. ഗിരി, എന്താ ഗോപാൽജി? എടാ, നമ്മുടെ കമ്പനി വേണ്ടി MVD-ക്കാർ പിടിച്ചു. നീ അവിടം വരെ ഒന്ന് പോ. ശരി, ഞാൻ ഈ സ്റ്റോക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകാം ഗോപാൽജി. എടാ, ആ വണ്ടിയിൽ നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് ഫയലുകൾ ഞാൻ മറന്നു വെച്ചിരുന്നു. അതൊക്കെ പോലീസുകാരുടെ കയ്യിൽ കിട്ടിയാലേ ആകെ പ്രശ്നം. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്നൊന്ന് പോകാൻ നോക്ക്. MVD പോയാൽ വണ്ടി ഇറക്കാൻ നോക്ക്. അപ്പോ സ്റ്റോക്ക് അതൊക്കെ ഞാൻ ചെക്ക് ചെയ്തോളാം. എനിക്കറിയാൻ പാടില്ലാത്ത പണിയൊന്നുമല്ലല്ലോ. ശരി, ഞാൻ പോയിട്ട് വരാം. പിന്നെ ബോക്സുകളൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കണേ ഗോപാൽജി. ഇവന് കുപ്പിയിൽ വാറ്റ് ചേർക്കുന്ന പരിപാടിയുണ്ട്. ഒരു തവണ ഞാൻ ഇവനെ കൈയോടെ പിടികൂടിയതാ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അതിനും മാത്രമൊന്നും ഇവൻ വളർന്നിട്ടില്ല. നീ വേഗം പോകാൻ നോക്ക്. ശരി.